ജോൺസൺ രക്ഷപ്പെട്ടത്. വി വിനോദ് ചേർന്ന്. വിനോദ്, എന്തെല്ലാം കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് ജോൺസൺ നടത്തുന്നത്? ഇത് ജോൺസൺ മാത്രമാണ് ഇതിനകത്ത് ഉത്തരവാദിത്തമുള്ളത് എന്നുകൂടിയാണോ വ്യക്തമാകുന്നത്? ജോൺസൺ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. നേരത്തെ അദ്ദേഹത്തിന്റെ വിഭാഗത്തിലായിരുന്നു, വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തി കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൊഴിയായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോൺസൺ പറയുന്നത് അന്ന് പുലർച്ചെ തന്നെ 6 മണിയോടുകൂടി തന്നെ ആതിരയുടെ വീടിന് സമീപത്തേക്ക് 6 മണിയോടുകൂടി തന്നെ എത്തിയിരുന്നു. 8:30 മണിക്കാണ് കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്നത്. 5 മണിക്ക് ആതിരയുടെ ഭർത്താവ് ക്ഷേത്രത്തിൽ പൂജാരിയാണ്. ആ ക്ഷേത്രത്തിലേക്ക് ഭർത്താവ് രാജ്യം പോവുകയും ചെയ്തു. അതിനുശേഷം കുട്ടിയെ അയച്ച ശേഷം 8 മണിയോടുകൂടി 8:30 മണിയോടുകൂടി വീടിനുള്ളിൽ പ്രവേശിക്കുന്നു. അവിടെ പ്രവേശിച്ച ശേഷം ആതിരെ താഴെ നൽകുന്നു. ഇരുവരും നേരത്തെ തന്നെ സൗഹൃദത്തിലായിരുന്നു. വധഭീഷണി കൂടി അവൾ വന്ന ശേഷം അവരുടെ സംസാരിച്ച് ഒരു അഡ്രജൻസിന്റെ പാതയിലേക്ക് എത്തുകയാണ്. ഈ സമയം കയ്യിൽ കരുതിയിരുന്ന കത്തി ബെഡിലേക്ക് ഒളിപ്പിച്ചു വെക്കുന്നു. മെറ്റൽക്കൈയിലേക്ക് ജോൺസൺ ഒളിപ്പിച്ചു വെച്ചു. അതിനുശേഷം ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഈ സമയത്താണ് ഈ മെറ്റയ്ക്കുള്ളിൽ ഒളിപ്പിച്ചിരുന്ന കത്തിയെടുത്ത് കഴുത്തിൽ കുത്തിയിറക്കുന്നത്. മരണം ഉറപ്പാക്കിയ ശേഷം ആത്മഹത്യയെ കുറിച്ചു. എന്നാൽ മരിച്ചില്ലെങ്കിൽ നാട്ടുകാരുടെ മർദ്ദനം ഏൽക്കേണ്ടി വരുമെന്ന ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ധരിച്ചിരുന്ന ഷർട്ട് അവിടെ ഉപേക്ഷിച്ച് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ച് അവരുടെ തന്നെ ഇരുചക്ര വാഹനത്തിൽ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി 9:30 തന്നെ അവിടെ എത്തുകയും അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്തു എന്ന കാര്യമാണ് ഇപ്പോൾ മൊഴിയായി നൽകിയിട്ടുള്ളത്. കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ല. ഒപ്പം ചെല്ലാത്തതിന്റെ വൈരാഗ്യമാണ്. നേരത്തെ തന്നെ ആതിരയുടെ കയ്യിൽ നിന്ന് പലപ്പോഴായി 1.5 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് തന്നോടൊപ്പം വരണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതിന് ആതിര തയ്യാറായില്ല. ഇതിന്റെ വൈരാഗ്യം മനസ്സിലുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയതായി ഇപ്പോൾ പ്രതി മൊഴി നൽകിയിട്ടുള്ളത്.